മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പുതിയ വാടക വീടെടുത്തു. ക്ലിഫ് ഹൗസിൽ നിന്ന് വാടക വീട്ടിലേക്ക് താമസം മാറാനാണ് നീക്കം. ബേക്കറി ജംഗ്ഷന് സമീപമാണ് പുതിയ വാടക വീട് എടുത്തത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ അനിശ്ചിതത്വം തുടരുന്നതിനിടയിലാണ് പിണറായി വാടക വീട് എടുത്തിരിക്കുന്നത്. PB അംഗങ്ങൾക്ക് നൽകുന്ന ചിന്തയിലെ ഫ്ളാറ്റ് നേരത്തെ പിണറായിക്ക് വേണ്ടി തയ്യാറായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വാടക വീട്ടിലേക്ക് പിണറായി മാറുന്നത്. ഡൽഹിയിൽ നിന്നും പുതിയ വീട്ടിലേക്കായിരിക്കും എത്തുക. അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നതിനെക്കുറിച്ച് തീരുമാനം ആയില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ ക്ലിഫ് ഹൗസിൽ നിന്ന് ചിന്താ ഫ്ളാറ്റിലേക്ക് താമസം മാറുമെന്ന സൂചനകളുണ്ടായിരുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാത്തതിനാൽ അദ്ദേഹം ഇപ്പോഴും കാവൽ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. ഇതിനിടയിലാണ് വീടുമാറ്റം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും പുതിയ വാടക വീട്ടിലുണ്ട്. ഇവിടെ മുൻ മുഖ്യമന്ത്രിക്ക് താമസിക്കാനുള്ള സജ്ജീകരണം ഒരുക്കുകയാണ്. 5 വർഷത്തേക്കാണ് പിണറായി വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ക്ലിഫ് ഹൗസിലെ തന്റെ പ്രിയപ്പെട്ട വളർത്തുനായ റോബിയെയും അദ്ദേഹം പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതേസമയം പിണറായി സർക്കാരിന്റെ 10 വർഷക്കാലം ഏറെ വിവാദങ്ങളിൽ ഉയർന്നു കേട്ട പേരാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്. 7 കിടപ്പുമുറികളാണ് ഇവിടെയുള്ളത്. 15,000 ചതുരശ്ര അടിയാണ് വലിപ്പം. ഒരു ഓഫീസ് മുറി, ഒരു കോൺഫറൻസ് ഹാൾ, ഔദ്യോഗിക വസതിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പരിചാരകരുടെയും ഉപയോഗത്തിനായി 2 ചെറിയ കെട്ടിടങ്ങളും കോമ്പൗണ്ടിലുണ്ട്. മൊത്തം 4.2 ഏക്കറാണ് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട്. LDF സർക്കാരിന്റെ ഭരണകാലത്ത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന്റെ അടക്കമുള്ള മോടി പിടിപ്പിക്കലേറെ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. ക്ലിഫ് ഹൗസ് ഉൾപ്പെടെ മന്ത്രിമന്ദിരങ്ങളിൽ മരപ്പട്ടി ശല്യം രൂക്ഷമാണെന്ന മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണവും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിൽ പോളിറ്റ് ബ്യൂറോ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുത്തില്ലെങ്കിലും MLA ആയി തുടരും. പകരം KN ബാലഗോപാലിനെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഈ ചർച്ചകൾ കേരളത്തിലാണ് കൂടുതലായി നടക്കുക. സംസ്ഥാനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയ CPM PB യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ജനറൽ സെക്രട്ടറി MA ബേബി കൃത്യമായ മറുപടി നൽകിയില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് CPM നേതൃത്വം സ്വീകരിച്ചത്. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം പിണറായി വിജയൻ മാത്രം ഏറ്റെടുക്കേണ്ടതില്ലെന്നും ഇത് പാർട്ടിയുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും ബേബി വ്യക്തമാക്കി. തോൽവി കൂട്ടുത്തരവാദിത്തമാണ്. കേരളത്തിലെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം പിണറായി വിജയൻ ഏറ്റെടുക്കേണ്ടതില്ല. ഒരാൾ മാത്രം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമീപനം CPMനില്ല. കൂട്ടായ ഉത്തരവാദിത്തമാണ് പാർട്ടിക്കുള്ളത്. തെറ്റുതിരുത്തൽ ഉണ്ടാകുമെന്നും പാർട്ടിയിൽ നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന് അപ്പോൾ അറിയാമെന്നും ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്ന് ഇടതു സഹയാത്രികനും മുൻ MPയുമായ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞിരുന്നു. പിണറായിയുടെ ഏകാധിപത്യമാണ് പാർട്ടിയിലുള്ളത്. പിണറായി വിജയനെതിരായ വിധിയെഴുത്താണ് കേരളത്തിൽ ഉണ്ടായതെന്നും സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്തരം വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് MA ബേബി വ്യക്തത വരുത്തിയത്.